ബ്ലാക്ക്ബെറി കഴിച്ചു നോക്കാത്ത കൂട്ടുകാരുണ്ടോ? എല്ലാവർക്കും പരിചിതമായ ഫ്രൂട്ടാണ് ബ്ലാക്ക്ബെറി. എന്നാൽ നിങ്ങൾ എത്ര പേർക്ക് ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ടിനെ കുറിച്ച് അറിയാം? ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ട് ഉപയോഗിച്ച് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കി നോക്കാം. എല്ലാവർക്കും ടാക്ടിക് റെസിപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ട് ഈ കാണുന്നത് പോലെ ചെറിയ കായാണ്. അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് പൾപ്പ്, ചെറിയ അങ്ങനെ ബ്ലാക്ക് പൾപ്സാണ് ഉണ്ടാവുക. ഇത് നമ്മൾ അതിൽ പൾപ്പൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് മുറിച്ച് അതിൽ നിന്ന് ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ട് നമ്മൾ കോരിയെടുക്കണം. ഇതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഐസായ പാല് തന്നെ ഉപയോഗിക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഇത് പൊതുവേ ഈ ടേസ്റ്റ് എല്ലാവർക്കുമൊന്നും ഇഷ്ടമാണെന്നില്ല. ഇപ്പം നിങ്ങളിത് വീട്ടിൽ ഈ തൈ നടാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ആദ്യം ഈ പഴത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഈ തൈ നടുക. പാലൊഴിച്ചതിന് ശേഷം നമുക്ക് ജാക്ക് ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഇടാം. അതിലേക്ക് ഇനി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലേവേഴ്സിന് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിൽ അല്പം ഇത് കുറവ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാം. ഇത് നന്നായി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഇതിൽ ടേസ്റ്റ് എല്ലാം കറക്റ്റാണ്. ഇനി ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ട് വീട്ടിലുള്ളവർ എന്തായാലും ട്രൈ ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം, ജ്യൂസ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോയുമായി വരുന്നതുവരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.